ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് വിഷു സീരീസിൽ നേന്ത്രക്കായ കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞിട്ടുള്ള നേന്ത്രക്കായ തന്നെ എടുക്കണം, കാരണം അതല്ല പൊട്ടുകായ എടുത്തു കഴിഞ്ഞാൽ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല വിളഞ്ഞ കായ എടുത്ത് തൊലിയൊക്കെ പൊളിച്ചിട്ട് കറയൊക്കെ മാറ്റിയിട്ട് ഞാനിവിടെ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സൈസിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഏത്തക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഇതിലേക്ക് സവോള സ്ലൈസ് ചെയ്തതും ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മുങ്ങി നിൽക്കുന്ന പാകത്തിന്, അതായത് ആ ഒരു കറക്റ്റ് ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടാണ് കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. അപ്പോഴത്തേ കുക്കറിൽ നിന്നിപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഏത്തക്കയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഏത്തക്ക കുക്കായി വന്നിട്ടുണ്ട്. 3 വിസിലിന് കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഞാനിത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് കാണാനുള്ളൊരു സൗകര്യത്തിന് ഒരു കടായിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് കുക്കറിൽ തന്നെ എല്ലാ സ്റ്റെപ്പും ചെയ്താൽ മതി. ഇനി ഇതുപോലൊരു സ്മാഷർ കൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള തടിത്തവി കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ തവി കൊണ്ടോ ഇതൊന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ എല്ലാ ഏത്തക്കയുടെ കഷ്ണങ്ങളും ഒന്ന് ഉടഞ്ഞു കിട്ടണം, അത്രമാത്രം മതി. അതിനുശേഷം ഇതിനകത്ത് വെള്ളം കൂടുതലാണ് ഒഴിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. ഓവറായിട്ട് ലൂസ് ആകരുത്. സ്റ്റൂ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി തിക്കായിരിക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒന്ന് ചൂടാക്കണം. അല്ലെങ്കിൽ ഓവറായിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ 2 സാധനങ്ങളും ലാസ്റ്റ് ചേർക്കണം. അതാണ് നമ്മൾ സ്റ്റൂവിൻ്റെ പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള സ്റ്റൂവിനെ പോലെ നമ്മളിതിലേക്ക് ഗരം മസാലയോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ അടച്ചു വെച്ചാൽ നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തിക്കായി വന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രക്കായ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അടുത്ത റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.